നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ ഞാൻ പോവാണേ. നീ എവിടെ നിന്നേ? ഇങ്ങോട്ട് വാ. എനിക്ക് തിരക്കുണ്ടമ്മേ. ഇത്രയും നേരം ഇല്ലാത്ത തിരക്കല്ലേ? ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഈ പ്രതികളൊക്കെ നിക്കുന്ന പോലെ അല്ലേ അമ്മേ? നീ മുറിയിലേക്ക് പോകുമ്പോ ഈ ബാഗായിരുന്നോ കയ്യില്? അല്ല. പുസ്തകം മറന്നു വെച്ച ആള് ബാഗാണല്ലോ മാറ്റിയത്. അതെന്താ കാരണം? അത് ചെറിയ ബാഗായിരുന്നമ്മേ. എനിക്ക് ബുക്സ് കൂടുതലുണ്ട്. എനിക്കതിലത്ര വിശ്വാസം പോരാ. നീ ആ ബാഗ് ഇങ്ങോട്ട് കാണിക്കാൻ നോക്കട്ടെ. എന്താ അമ്മ ഇത്? മോൾക്ക് വായിക്കാൻ വേണ്ടി കുറെ ബുക്സ് ഞാൻ വാങ്ങി വെച്ചിട്ടില്ലേ? അത് കൂട്ടുകാരികൾക്ക് എടുത്തു കൊടുക്കുന്ന പതിവുണ്ട് ഇവൾക്ക്. വായിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, വായിക്കുകയില്ല, തിരിച്ചു തരികയില്ല. ഞാൻ അമ്മയുടെ ബുക്സ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പോവാ തിരിച്ച്. നിക്ക. ചേച്ചിയും കൂടെ കൂട്ടിക്കോ. എങ്ങോട്ട്? നാളത്തെ ഫംഗ്ഷന് ഒരു ബ്ലൗസ് തയ്പ്പിക്കണം. ആ ഗിരിയുടെ അടുത്ത് കൊടുത്താ മതി. അത് ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് പോയാ പോരാമേ? അളവെടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നിത്യമോൾ ഇങ്ങോട്ട് പോന്നോളൂ. അത് കഴിഞ്ഞ് നീ കോളേജിൽ പോയാ മതി. അവള് പോയിക്കോട്ടെ അമ്മേ. നമുക്ക് പിന്നെ ഇറങ്ങിയ പോരെ? വേണ്ട മോളെ, ഇന്ന് തന്നെ കിട്ടേണ്ടതല്ലേ. ഇപ്പോഴെങ്കിലും കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ബ്ലൗസ് പീസ് മുറിച്ചെടുക്കാൻ പറയണം. നീ ഇത് ബാഗിൽ വെച്ചോ. വേണ്ട, ഞാൻ പിടിച്ചോളാം. ബാഗിൽ വെച്ചാലെന്താ? എന്റെ നിത്യേച്ചി, അമ്മയുടെ പെരുമാറ്റം കണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോവേ. ഇറങ്ങിപ്പോകുന്ന സ്ഥലമൊന്ന് പറയണേ. വഴി തെറ്റിപ്പോയാലും അങ്ങോട്ട് വരാതിരിക്കാനാ. അമ്മ അവളെ ദേഷ്യം പിടിപ്പിക്കല്ലേ? എന്തു പറ്റി നിനക്ക്? എന്തെങ്കിലും ഒതുങ്ങി നടക്കുന്നേ? എനിക്ക് അടക്കം ഒതുക്കം കുറവാണെന്നല്ലേ അമ്മ എപ്പോഴും പറയാറ്. അതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി നടക്കാന്ന് കരുതിയോ ഇത്രയും പെട്ടെന്ന്? അതോ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? എന്ത് കള്ളത്തരം? നിത്യേച്ചി എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അതിനിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളില് കള്ളത്തരൊന്നുമില്ലെങ്കിൽ ഏത് കാര്യവും നിസ്സാരമായിട്ട് നേരിടാലോ. നിത്യേച്ചിയുടെ ചോദ്യം കേൾക്കുമ്പോ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോന്ന് അറിയില്ല. എനിക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല. പിന്നെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ
അതിനുള്ള കാരണം നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഹലോ ജീവ, എന്തെടുക്കുക? ഞാൻ വീട്ടിലില്ല. പിന്നെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോവാ. തനിച്ചാണോ? അല്ല, ജ്യോതി കൂടെയുണ്ട്. നീ ഒന്ന് നോക്ക്, ഫോൺ കൊടുത്തേ. ഹലോ ഏട്ടാ, നിങ്ങൾ എങ്ങോട്ടാടി പോകുന്നത്? അത് ഏട്ടത്തിക്ക് ബ്ലൗസ് തയ്ക്കേ, ഗിരിയുടെ കടയിലേക്ക്. ഇതിപ്പോ എന്താ പെട്ടെന്നൊരു ബ്ലൗസിന്റെ ആവശ്യം? അത് ഏട്ടൻ വരുമ്പോ അമ്മയോട് ചോദിച്ചു നോക്കിയാൽ മതി. അമ്മേ, ചേച്ചിക്ക് സാരി കൊടുത്തതും ഉടനെ തന്നെ അതിന്റെ മാച്ചിങ് ബ്ലൗസ് അടിക്കാൻ പറഞ്ഞതും. എനിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞതിന്റെ കാര്യമൊക്കെ മനസ്സിലായി കേട്ടോ. എന്താ? അത് ഞാനും അമ്മയും അവിടെ ഉണ്ടായിട്ട് ചേച്ചിയെ തനിച്ച് എവിടെയെങ്കിലും പറഞ്ഞയച്ചോ എന്നുള്ള ടെൻഷനല്ലേ? അങ്ങനെ ഒന്നും പറഞ്ഞയക്കില്ല, ഞങ്ങൾ പൊന്നുപോലെ കാത്തോളാം. ഞാൻ ചേച്ചിക്ക് ഫോൺ കൊടുക്കാവേ. ഹലോ ഹലോ. ആ അല്ല, വേറൊന്നുമില്ല. അളവ് കൊടുത്ത് കഴിഞ്ഞാല് ഞങ്ങൾ തിരിച്ചു പോവും. എത്തിയിട്ട് വിളിച്ചാൽ മതിയോ? ആ മതി മതി. ചേച്ചി, പണ്ട് കടലിൽ ഒറ്റത്തൂണിൽ ഒരു കൊട്ടാരം പണിതിട്ട് അതിൽ ആരെയോ ഇരുത്തിയ ഒരു കഥ കേട്ടിട്ടില്ലേ? ഈ നിലയ്ക്ക് പോവാണെങ്കിൽ ഏട്ടൻ അതുപോലെ ഒരു കൊട്ടാരം പണിതിട്ട് ഏടത്തി അവിടെ ഇരുത്താൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് ഒരു പൊസസീവ്നെസ്? ആ, ചില പൊസസീവ്നെസ് നല്ലതാ, ചിലത് അപകടവും. അളവെടുത്തു കഴിഞ്ഞ ഉടനെ പോവും. അപ്പൊ അളവെടുക്കുന്നത് ഗിരി. എങ്കിൽ പിന്നെ അതൊന്നും കാണൂല. വിത്തേച്ചി, അതാ ഗിരിയേട്ടന്റെ കട. ഇനി ഞാൻ പോയിക്കോട്ടെ. അയാളെ എനിക്ക് പരിചയമില്ല, നീ ഒന്ന് വന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇതിലെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? അമ്മ ഇപ്പൊ ഗിരിയേട്ടനെ വിളിച്ചിട്ടുണ്ടാവും. ഞാൻ ഇനി നിന്നാ ശരിയാവില്ല, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. എന്നാ ശരി, നീ പോയിക്കോ. ആ പിന്നെ, ഞാൻ കട പരിചയപ്പെടുത്തിയില്ല. റോഡിൽ നിർത്തിയിട്ട് പോയെന്നൊന്നും അമ്മയോട് പറയാൻ നിൽക്കല്ലേ. അമ്മ എന്നെ നിർത്തി പൊരിക്കും. ഞാൻ പറയുന്നില്ല. അമ്മ പറഞ്ഞോണ്ട് ഗിരിയേട്ടൻ ഇപ്പൊ തന്നെ തുന്നിത്തരും, വാങ്ങിയിട്ട് പോയാ മതി. അത്രയും നേരം ഞാനിവിടെ എന്ത് ചെയ്യാനാ? 1 മണിക്കൂറത്തെ കാര്യല്ലേ ഉള്ളൂ, അതിനുള്ളിൽ കിട്ടും. ഞാൻ പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.